നമസ്കാരം. നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ പോവുകയാണ്. പുതിയ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, ഉപരിപഠനത്തിന് വേണ്ടിയിട്ടൊക്കെ പോകാൻ തയ്യാറായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, കുഞ്ഞു കുട്ടികൾ മുതൽ ഉപരിപഠന വിദ്യാർത്ഥികൾ വരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കലാലയാന്തരീക്ഷത്തിൻ്റെ ക്യാമ്പസ് സൗഹൃദങ്ങളുടെ മധുരം നുണയുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് കലാലയങ്ങളും അണിഞ്ഞൊരുങ്ങുകയാണ്. ഇത്തരത്തിൽ കലാലയങ്ങൾ നവ വിദ്യാർത്ഥികളെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയുമൊക്കെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പോകുന്ന കുട്ടികളെ, നമ്മുടെ മക്കളെ രക്ഷകർത്താക്കളായിട്ടുള്ള നാം പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുള്ള, ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ആരൊക്കെയാണ് ഈ പുതിയ അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ? നമുക്കറിയാം, ഈ അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ട് അധ്യാപകരും സ്കൂളും എല്ലാം ഒരുപോലെ അണിഞ്ഞൊരുങ്ങുമ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപാര കേന്ദ്രമാക്കിക്കൊണ്ട് കോളേജ് ക്യാമ്പസുകളെയും സ്കൂൾ പരിസരങ്ങളെയും വരുമാന മാർഗമാക്കി മാറ്റിക്കൊണ്ട് ഈ നാട്ടിൽ പരിലസിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലകപ്പെട്ട എത്രയെത്ര സ്കൂളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒരു നിയമത്തിൻ്റെയും പിടിയിലകപ്പെടാതെ കൃത്യമായിട്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബുദ്ധിയും മനസ്സും ഒരുപോലെ മരവിപ്പിച്ച് ഈ കുട്ടികളെ നശിപ്പിച്ച് സമൂഹത്തിനും നാടിനും വീടിനും ഉപയോഗമില്ലാത്തവരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കൃത്യമായിട്ട് നാം കരുതിയിരിക്കുക തന്നെ വേണം. ഈ മയക്കുമരുന്ന് മാഫിയയുടെ കഴുകൻ കണ്ണുകൾ ഓരോ കേരളത്തിൻ്റെ കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ പരിസരത്തും കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായിട്ട് രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നത്തെ വർത്തമാന കേരളത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്നത്തെ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഗുണ്ടാ മാഫിയകളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ഇഷ്ടത്തോഴന്മാരായിട്ട് നിയമപരിപാലകർ പോലും, നിയമത്തെ സംരക്ഷിക്കേണ്ടവരായിട്ടുള്ള പോലീസുകാർ പോലും ഇവരുടെയൊക്കെ ക്യാമ്പുകളിൽ അകപ്പെട്ട് ഇവരുടെയൊക്കെ പങ്കാളികളായിട്ടും കൂട്ടുകച്ചവടക്കാരുമൊക്കെ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിൽ നമ്മുടെയൊക്കെ കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യഥാവിധി രക്ഷകർത്താക്കൾ തന്നെ തയ്യാറായില്ല എങ്കിൽ ആർക്കാണ് ഈ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളത്? ആർക്കാണ് ഈ കുട്ടികളുടെ ഭാവിയെ സംരക്ഷിച്ചു പിടിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിലൂടെയാണ് നമ്മുടെ നാടിൻ്റെ ഭാവി എന്നുള്ളത് കൊണ്ട് എല്ലാ കോളേജ് ക്യാമ്പസുകളിലുള്ള പൂർവ്വകാല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളിലുള്ള വ്യാപാരികളും ആ പ്രദേശത്തുള്ള നാട്ടുകാരും വാഹന ഡ്രൈവർമാരും ഒക്കെ അതുപോലെ അധ്യാപകരും ഒക്കെ വളരെ ജാഗ്രതയോടു കൂടിയിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇത്തരക്കാരെ എല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് കൃത്യമായിട്ട് മയക്കുമരുന്നിൻ്റെ വ്യാപാര കേന്ദ്രമാക്കി കേരളത്തിൻ്റെ കോളേജ് ക്യാമ്പസുകളും സ്കൂൾ പരിസരങ്ങളും മാറ്റുവാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് മാഫിയയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തലമുറയെ നമുക്ക് അന്ധതയിലേക്ക് തള്ളിവിടാതെ കൈപിടിച്ചു നിർത്തി നാടിൻ്റെ നേരിലേക്ക് നയിക്കേണ്ട അനിവാര്യതയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് ഈ മയക്കുമരുന്ന് മാഫിയയുടെ കഴുകൻ കണ്ണിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് പൊതുസമൂഹവും നമ്മുടെ രക്ഷകർത്താക്കളുമല്ല ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്തേ.